Hello friends, welcome to Lifeline. UPI ഫെസിലിറ്റികളിൽ ഒന്നായ വാലറ്റിനെ അഥവാ ഇലക്ട്രോണിക് വാലറ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. നോട്ട് റദ്ദാക്കൽ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് വാലറ്റ്. ഇതിൽ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന വാലറ്റ് ആയ പേടിഎമ്മിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. RBIയുടെയും മറ്റ് RBI അംഗീകൃത ബാങ്കുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ് പേടിഎം. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിമാസം 20,000 രൂപ വരെ പേടിഎമ്മിലൂടെ നമുക്ക് ക്രയവിക്രയം നടത്താം. പേടിഎമ്മിൻ്റെ സാങ്കേതിക രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പേടിഎം ലഭ്യമാണ്. ചെറുതും വലുതുമായ കടകൾ മുതൽ ഓട്ടോറിക്ഷകളിൽ വരെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പേടിഎം ട്രാൻസ്ഫർ നടത്താം. ആൻഡ്രോയിഡിലും ഐഫോണിലും പേടിഎം യൂസ് ചെയ്യാം. ഇനി പേടിഎം അക്കൗണ്ട് എങ്ങനെ നമ്മുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ച് നടപ്പിൽ വരുത്താമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് പേടിഎം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ പേടിഎം അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര എളുപ്പമാണെന്ന് നോക്കൂ. തുക ടൈപ്പ് ചെയ്യുക, കാർഡ് ഡീറ്റെയിൽസ് നൽകുക, പേ നൗ ക്ലിക്ക് ചെയ്യുക, OTP നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിൽ പണം എത്തിക്കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുതലായവയിലൂടെയും പേടിഎം അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാവുന്നതാണ്. പേടിഎം അക്കൗണ്ടുള്ള ആർക്കും നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. അതെങ്ങനെ എന്ന് നോക്കാം. ആക്സെപ്റ്റ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് പണം നൽകുന്ന ആളിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി തുക എൻ്റർ ചെയ്യുക. റിക്വസ്റ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ തന്നെ നമുക്ക് പണം നൽകുന്നവരുടെ മൊബൈലിൽ ഈ മെസ്സേജ് എത്തും. അവിടെ സെൻഡ് അമർത്തുന്ന നിമിഷം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ആ പണം എത്തിക്കഴിയും. ഇനി പരസ്പര വ്യാപാരത്തിന് പേടിഎം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. പേടിഎം വഴി പണം സ്വീകരിക്കുന്ന കച്ചവടക്കാരും സ്ഥാപനങ്ങളും പേടിഎം QR കോഡ് അവരവരുടെ സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനായി ഓരോ വ്യാപാരിയും പേടിഎമ്മിൽ സ്വന്തം QR കോഡ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് ഒറ്റ തവണ മാത്രം ചെയ്താൽ മതി. QR കോഡ് ഉണ്ടാക്കാൻ നിങ്ങളുടെ ഫോണിലെ പേടിഎം പ്രൊഫൈൽ എടുത്ത് പേടിഎം കോഡ് അമർത്തിയാൽ നിങ്ങൾക്ക് സ്വന്തം QR കോഡ് ലഭിച്ചു കഴിഞ്ഞു. ഇത് ഫോണിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിച്ചു വെക്കാനും ആർക്കും അയച്ചു കൊടുക്കാനും പ്രിൻ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. പേടിഎം QR കോഡ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏത് സ്ഥാപനത്തിനും എളുപ്പത്തിൽ നിങ്ങൾക്ക് പണം നൽകാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള പേടിഎം അക്കൗണ്ടിലെ പേ ബട്ടൺ അമർത്തിയാൽ ഉടനെ QR കോഡ് റീഡർ ഓപ്പൺ ആകും. നമ്മൾ പണം നൽകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൻ്റെ QR കോഡ് ഇതിൽ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ പണം സ്വീകരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങളുടെ ഫോണിൽ തെളിയും. അതിന് ചുവടെ നമ്മൾ നൽകേണ്ട തുക ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ടു സെൻഡ് ബട്ടണിൽ അമർത്തിയാൽ നമ്മുടെ പണ കൈമാറ്റം പൂർത്തിയായി. അവരുടെ അക്കൗണ്ടിൽ ആ നിമിഷം തന്നെ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. 24 മണിക്കൂറും യാതൊരു അധിക ചെലവുമില്ലാതെ തത്സമയം പണം കൈമാറ്റം ചെയ്യാൻ പേടിഎമ്മിലൂടെ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please share this with your friends. Thank you.